ആഗോള വിപണികളിൽ വൻ ഇടിവ് തുടരുന്ന സാഹചര്യത്തിൽ 34% കൗണ്ടർ താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ട്രംപ് തന്റെ വിമോചന ദിനത്തിന്റെ ഭാഗമായി ചൈനീസ് ഇറക്കുമതിക്ക് 34% നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നാലെ അമേരിക്കയുടെ മിക്കവാറും എല്ലാ വ്യാപാര പങ്കാളികൾക്കും കുറഞ്ഞത് 10% ലെവി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് ബീജിംഗ് ഞായറാഴ്ച തിരിച്ചടി നൽകി. തിങ്കളാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത്, ട്രംപ് ചൈനയ്ക്ക് അതിന്റെ പ്രതിവിധി പിൻവലിക്കാനോ അല്ലെങ്കിൽ 50% നികുതി നേരിടാനോ ആയിട്ട് ചൊവ്വാഴ്ച വരെ സമയം നൽകുകയും ചെയ്തിരുന്നുവെന്നാണ്. എന്നാൽ അധിക ലെവിയെ ഒരു തെറ്റിന് മുകളിലുള്ള തെറ്റെന്ന് വിശേഷിപ്പിച്ച ചൈനീസ് വാണിജ്യ മന്ത്രാലയം യുഎസിന്റെ ബ്ലാക്ക്മെയിൽ സ്വഭാവം ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വരെ നൽകിയ സമയത്തിന് ശേഷം ചൈനീസ് താരിഫിൽ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് മസ്ക്. ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവ പിൻവലിക്കണമെന്ന് ഇലോൺ മസ്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച 34% തീരുവയ്ക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 50% അധിക തീരുവ കൂടി ഏർപ്പെടുത്തുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിലൂടെ താരിഫ് നയത്തിൽ മസ്ക് എതിർപ്പ് അറിയിച്ചിരുന്നു. വിഷയം പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താൻ മസ്ക് നേരിട്ട് സ്വകാര്യ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അന്താരാഷ്ട്ര വ്യാപാര സഹകരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം നല്ലതാണെന്ന് അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മിൽട്ടൺ ഫ്രീഡ്മാൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് താരിഫ് സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് മസ്ക് വ്യക്തമാക്കിയത്. ട്രംപിന്റെ താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനിയോട് അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ സീറോ താരിഫ് സാഹചര്യം ആഗ്രഹിക്കുന്നുവെന്ന് മസ്ക് പറഞ്ഞിരുന്നു. നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കുമായി യുഎസ് ചൈനീസ് വിപണികളെ ആശ്രയിക്കുന്ന ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയെ ബാധിക്കുന്ന താരിഫുകളോട് മസ്ക് നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. താരിഫ് നയത്തിൽ ട്രംപിന്റെ സഹായിയായ വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് പീറ്റർ നവാരോയ്ക്കെതിരെ മസ്ക് രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. നവാരോയുടെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തെയും മസ്ക് പരിഹസിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ വൈറ്റ് ഹൗസ് തന്നെ രംഗത്തെത്തി. പ്രസിഡന്റ് ട്രംപിന്റേതാണ് അന്തിമ തീരുമാനങ്ങളെന്നും വ്യത്യസ്ത ആശയങ്ങൾ അവതരിപ്പിക്കുന്ന കഴിവുള്ളവരും പരിചയസമ്പന്നരുമായ വ്യക്തികളുടെ ഒരു സംഘം പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിച്ച് പറഞ്ഞിരുന്നു.